പർച്ചേസ് ഒന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും എന്നും ഓണമല്ലേ? അതെ, ഞാനിപ്പോ വരുന്നത് ഈ തൈക്കാട് ഭാഗത്ത് നല്ല തിരക്കാണ്. പണ്ട് ഉത്രാട പാച്ചിലെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോഴാണ് ശരിക്കും പാച്ചിലാവുക. പണ്ട് ഒരു പ്രയോഗമായിരുന്നു. അതിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു വ്യത്യാസം. പണ്ട് ഈ ഉത്രാട ദിനം വരെ ആളുകൾ കാത്തിരിക്കും. എന്താണ്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും. ലാസ്റ്റ് മൊമെന്റില് എവിടെന്നെങ്കിലും ഒക്കെ കുറച്ച് ക്യാഷ് കടമൊക്കെ വാങ്ങിയിട്ട് അവസാനം ഒരു പാച്ചിലാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇത് ശരിക്കും തിരക്ക് ആസ്വദിക്കുക. ഈ കേരളം ഇങ്ങനെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് ഭയങ്കര ഒരു ഭീകരാവസ്ഥയിലോട്ട് പോകും. അതിപ്പോ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല. ആരുടെയോ സാധനം ആരോ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുപോകും, നമുക്ക് തരുന്നു. നമ്മള് നാളെ സദ്യ ഉണ്ടാക്കുന്ന പച്ചക്കറികളെല്ലാം എവിടെയോ തമിഴ്നാട്ടിലോ കഴിക്കുന്ന അരി ആന്ധ്രാക്കാരൻ കൃഷി മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നമ്മൾ ആഘോഷിക്കും. ഈ ഒരു കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അയലത്തെ വരമ്പൊക്കെ ചാടിയിട്ട് അപ്പുറത്ത് പോയി ഓരോരുത്തരും ഓരോ ഇനം പൂക്കൾ, തുമ്പ് ഒരാൾ, തെച്ചി ഒരാൾ, അങ്ങനെ പലതരത്തിലുള്ള പൂക്കളെല്ലാം ചെയ്യും. പൂവില്ല, പൂക്കുന്നില്ല, ഈ കാലം പൂക്കുന്നില്ല. സാറേ, പിന്നെ ഈ ഒരുമ എന്ന് പറഞ്ഞാണ് നമ്മൾ ഓണത്തെ ബൂസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോ ഉണ്ടോ? ഒരുമയില്ല. ഒരുമ അതായത് നമ്മൾ എപ്പോഴും ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ വെച്ച് കണ്ടു, അതെ, നമ്മൾ പഴയ സുഹൃത്തുക്കളായതുകൊണ്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേർക്കും തോന്നുന്നു. നമുക്കൊന്ന് കാണണം, നമുക്ക് പരസ്പരം സംസാരിക്കണം, വിശേഷങ്ങൾ പങ്കുവയ്ക്കണം. അച്ഛൻ മക്കളോട് മക്കൾ അച്ഛനോട് സംസാരിക്കുന്നില്ല, അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നില്ല, കേൾക്കലില്ല, ആരും ആരെയും കേൾക്കുന്നില്ല. ആ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എവിടെയാണ് ഒരുമ ഉണ്ടാകുന്നതല്ല. ഒരുമയില്ല, സത്യം. എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥയാണ്. സാറേ, ഇത്രയും ആഘോഷം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു തൃപ്തികരമായ ഒരു ജനതയാണോ ഉള്ളത്? എല്ലാം ഉണ്ടല്ലോ. സങ്കീർണമായ ജീവിതമല്ലേ മനുഷ്യന്റെ. എപ്പോഴാണ് നമ്മളൊന്ന് ചിരിക്കുന്നത്? ചിരിക്കാറില്ല. ചിരിക്കാറില്ല. ചിരിക്കാൻ നമുക്ക് സമയം. ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എൻ്റെ മാത്രം എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട്, എൻ്റെ സമൂഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. സമയമില്ല. എപ്പോഴും ഓണസദ്യയൊക്കെ എത്ര വീടുകളുണ്ടാകും, എല്ലാം പുറത്തുനിന്ന് വരുത്തുകയാണ്. ഷുഗറായി. ഓണവുമായി ബന്ധപ്പെട്ട കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കും ചെറിയ 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 പലഹാരങ്ങൾ. അപ്പൊ ഇപ്പൊ അങ്ങനെ സാധനം കാണാനില്ല. ഈ നമ്മൾ പറയാറില്ലേ, ഉരലിൽ ഇടിച്ച് ആട്ടുകല്ലിൽ ആട്ടി അമ്മിയിൽ അരച്ച്. അപ്പൊ ഇത് അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ്. പഴമക്കാരെ നോക്കിയാൽ അവർക്ക് വീട്ടിൽ അംഗങ്ങളില്ല, അവർക്ക് സന്തോഷം. ശരിയാണ്. യുവാക്കൾ ഒരു 18 വയസ്സുള്ളവർക്ക് നമ്മളെ കൂടെ ആവശ്യത്തിന് താല്പര്യമില്ല, അവർക്ക് ഹാപ്പിയല്ല. പിന്നെ നമ്മളെ പോലുള്ളവർ രണ്ടു കൂടെയില്ലാതൊന്നും ഹാപ്പിയല്ല. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ പണ്ട് ശരിക്കും ഇത് കുട്ടികളുടെ ഒരു ആഘോഷമായിരുന്നു. കുട്ടികളുടെ കളികൾ, അവരുടെ ആ ഒരു ഓണവുമായി ബന്ധപ്പെട്ട പൂക്കള്, കളികൾ, അതുപോലുള്ള ഈ ഒരു അച്ഛനമ്മമാർ അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർ, അവര് ഇതുമായിട്ടുള്ള സങ്കല്പങ്ങൾ, ഇതിന്റെ കഥകൾ, ഓണപ്പാട്ടുകൾ, ഇത്തരം സാധനങ്ങൾ അവർ തരുമായിരുന്നു, കുട്ടികൾ ആഘോഷിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു മധ്യവയസ്കരുടെയും കുട്ടികളുടെയും വൃദ്ധരുടെയും എല്ലാം ഒരു ആഘോഷമായിരുന്നു പണ്ട്. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാല്, വൃദ്ധജനങ്ങള്, പ്രത്യേകിച്ച് കുറച്ച് ഏജ് ആയവര്, അവരുടെ ഓർമ്മകളിലെ ഓണത്തെ ഓർത്ത് വേദനിക്കുക. സന്തോഷത്തിന്റെ ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുമ്പോഴും അവര് എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ എന്തെല്ലാം, അവരുടെ പഴയ ഓർമ്മകൾ അത് വെച്ചിട്ട് അവരൊരു സങ്കടത്തോടു കൂടിയാണ് ഈ ഓണത്തെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരും ദുഃഖിക്കുന്നു, ചിലർ പഴയ ഓർമ്മകളെ കുറിച്ച് പറയുന്നു, സന്തോഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഉണ്ട്. കാര്യം അവര് ഓണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് മദ്യമൊക്കെ കഴിച്ച് കുറച്ച് ഒരു ഉന്മാദാവസ്ഥയിൽ ഈ ഓണത്തെ കാണുന്നവരുണ്ട്. പിന്നെ ഈ പുതിയ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ഓണമാകണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ആഘോഷം മതി. അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടിൽ അവരിങ്ങനെ ജീവിച്ചു പോവാം. പിടിക്കണമെങ്കിൽ ഗ്രാമങ്ങളുണ്ടാവണം. ഗ്രാമങ്ങളില്ല. ഗ്രാമങ്ങൾ
ഇനി ഗ്രാമങ്ങൾ തിരിച്ചു വരുമോ? ഇല്ലല്ലോ. ഗ്രാമങ്ങളിലേക്ക് നഗരങ്ങൾ കടന്നു കയറിയപ്പോഴാണ് നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ പരമ്പരാഗതമായ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ നഗര കേന്ദ്രീകൃതമായ ഒരു സംസ്കാരത്തിന്റെ കടന്നുകയറ്റമുണ്ട്. എനിക്ക് അത് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ നാട്ടുപുറത്തെ വീട് അടച്ചിരിക്കുക. ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ ആ ടൗണിലാണല്ലേ താമസിക്കാൻ, നഗരത്തിൽ എവിടെ, അതവരൊരു വലിയ കൗതുകവും വലിയൊരു അംഗീകാരമായിട്ടാണ്. പക്ഷെ നല്ല വായു, നല്ല ആചാരങ്ങൾ, സംസ്കാരങ്ങൾ, നമ്മള് നാട് കിടക്കുന്നത് എല്ലാം അവിടെയാണ്. നല്ല വായു പ്രധാന ഒരു ഘടകമാണ്. നമ്മളിനി വരും കാലത്ത് ഇപ്പൊ നമ്മൾ വെള്ളം പൈസ കൊടുത്ത് മാറ്റി തുടങ്ങി, കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല വായുവിന് വേണ്ടി നമ്മൾ പൈസ മുടക്കേണ്ട ഒരു കാലം. ഓണത്തിന്റെ അരികിലിരുന്ന് നമുക്കിതെല്ലാം അയവിറക്കാൻ കുറെ നല്ല ഓർമ്മകൾ ബാക്കിയുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. 80കളിലെയും 90കളിലെയും ഏറെക്കുറെ 2000ന്റെ തുടക്കം വരെയും ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. നല്ല ഓണപ്പാട്ടുകൾ പണ്ട് വരുമായിരുന്നു. ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന പാട്ടുകളൊക്കെ ഒരു ഗ്രാമീണ താളം ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗ്രാമങ്ങളിലൂടെയാണ് ഇന്ത്യ ജീവിക്കുന്നതെന്ന് ഗാന്ധിജി പറഞ്ഞു. ഇന്ത്യ നിലനിൽക്കുന്നു. ഗ്രാമങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെയാണ്, വർക്കലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുടുംബവുമായി ഓണം ആഘോഷിക്കുക, അത്യാവശ്യം ബന്ധുജനങ്ങളെയൊക്കെ വീടുകളിലേക്ക് ഒന്ന് പോവുക. തികച്ചും ഗ്രാമാന്തരീക്ഷത്തിലാണ്. ഇപ്പോഴും നല്ല വെള്ളം കിട്ടുന്ന, നല്ല വായു കിട്ടുന്ന, ധാരാളം വിറക് കിട്ടുന്ന, വിറക് കൊണ്ട് അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു തികഞ്ഞ ഗ്രാമത്തിൽ. എന്തുകൊണ്ട് തലസ്ഥാനത്തേക്ക്, ട്രിവാൻഡ്രത്തേക്ക് താമസം മാറ്റുന്നില്ല എന്ന് സുഹൃത്തുക്കൾ പലരും ചോദിച്ചപ്പോഴും ഞാൻ ഗ്രാമത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് നഗരത്തിലേക്ക് വരാത്തത്. ഏതായാലും വീട്ടിൽ തന്നെയാണ് ഓണം. എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഏതായാലും വീണ്ടും കാണാം. ഓണം എപ്പോഴും നിറഞ്ഞ ഓണമാകട്ടെ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ, പുതയ്ക്കും പൊന്നാടയായി നീ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ.